നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരിയിലാണ് അൽ ഇത്തിഹാദുമായിട്ടുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് കരീം ബെൻസീമ അവിടം വിട്ട് അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അൽ ഹിലാലിൽ സിമോൺ ഇൻസാഗിയുമായിട്ട് അത്ര നല്ല രൂപത്തിലല്ല താരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം അൽ നസറിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. നമ്മൾ 365 സ്കോർ അറബിക്കിൻ്റെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അതിൽ പറയുന്നത് കരീം ബെൻസീമ ഫീൽസ് അണ്ടർ അപ്രീസിയേറ്റഡ് അറ്റ് അൽ ഹിലാൽ. പ്രത്യേകിച്ച് ക്ലബ്ബ് ഇപ്പം സീനിയോറിറ്റി ബേസ്ഡ് പോളിസിയാണ് ക്യാപ്റ്റൻസ് ആംബാൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിലെ സിറ്റുവേഷനുമായിട്ട് പലരും കമ്പയർ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ബെൻസീമയും അൽ ഹിലാലിൻ്റെ കോച്ച് സിമോൺ ഇൻസാഗിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ആഫ്റ്റർ ദി കോച്ച് വാണ്ടഡ് ടു ലിമിറ്റ് ഈസ് റോൾ ടു അറ്റാക്കിംഗ് ഡ്യൂട്ടീസ് ഓൺലി. ക്യാപ്റ്റനൊന്നും ആക്കണ്ട, അറ്റാക്കിംഗ് ഡ്യൂട്ടീസിൽ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലേക്ക് ഇൻസാഗി പോകുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തെ ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ബെൻസീമ അതുകൊണ്ട് തന്നെ തൻ്റെ ഏജൻറ്റിനോട് അവിടെ വിട്ടു പോകാൻ മറ്റ് ഓഫറുകൾ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അൽ ഹിലാൽ ഇദ്ദേഹം പോവുകയാണെങ്കിൽ ഒരു സ്യൂട്ടബിൾ ഫൈനാൻഷ്യൽ ഓഫർ വന്നാൽ താരത്തെ വിട്ടുകൊടുക്കുന്നതിന് ഒരു തരത്തിലുള്ള മടിയും കാണിക്കില്ല എന്നുകൂടി റിപ്പോർട്ടിലുണ്ടാവുന്നവർ. ദി ക്ലബ് ഹാസ് നോട്ട് റിസീവ്ഡ് എനി ഒഫീഷ്യൽ ഓഫേഴ്സ് സോഫാർ. ഇതുവരെ ക്ലബിന് ഒഫീഷ്യൽ ഓഫറുകളൊന്നും വന്നിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് താരം അൽ നസറിലേക്ക് ചേക്കേറുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. നമുക്കറിയാം അൽ നസർ ഇപ്പം സാമു കോസ്റ്റയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അൽ നസറിന് ചില ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്നും സൗദി അറേബ്യൻ മാധ്യമങ്ങൾ, റിയാദിയോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സൗദി ലീഗിൽ തന്നെ നിൽക്കുന്ന ഒരു താരത്തെ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴാണ് ബെൻസീമ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കരീം ബെൻസീമ ക്രിസ്ത്യാനോ റൊണാൾഡോ സഖ്യം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതുകൊണ്ടാണ് ഉയരുന്നത്. ഏതായാലും ബെൻസീമയെ സംബന്ധിച്ചിടത്തോളം അൽ ഇത്തിഹാദിൽ നിന്ന് അൽ ഹിലാലിലേക്ക് വളരെ അനായാസം കൂടുമാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്വാപ്പിങ്ങും സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരത്തെ അൽ ഹിലാലിൻ്റെ കോച്ചായിരുന്ന ഹോർഗെ ഹീസസ് അൽ നസറിലേക്ക് ജോയിൻ ചെയ്യുകയും ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ചായിട്ട് മാറിയിട്ടുമുണ്ട്. ഏതായാലും കരീം ബെൻസീമ ഇങ്ങോട്ട് എന്നുള്ളത് സൗദി ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ, സൗദി പ്രോ ലീഗിൻ്റെ ഫോളോവേഴ്സ് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. CR7 ബെൻസീമ സഖ്യം വീണ്ടും കാണാനുള്ള സാധ്യത തെളിയുന്നു എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.